സംഭവം വേറൊന്നുമല്ല, നീറ്റ് പരീക്ഷ. ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നീറ്റ് പരീക്ഷ കഴിഞ്ഞു, ലക്ഷക്കണക്കിന് പിള്ളേർ പരീക്ഷ എഴുതി, പലർക്കും നല്ല മാർക്ക് കിട്ടി. ഇപ്പോൾ അവരെന്താണ് ആലോചിക്കുന്നത്? എന്താണ് ആലോചിക്കേണ്ടത്? കൗൺസിലിംഗ്, അഡ്മിഷൻ, ഭാവി. പക്ഷെ ഡൽഹിയിൽ എന്താ നടക്കുന്നത്? പ്രതിഷേധം, രാഷ്ട്രീയം, രാജ്യം ആവശ്യപ്പെടൽ. ഇത് ശരിക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണോ, അതോ മറ്റാരുടെയെങ്കിലും രാഷ്ട്രീയ അജണ്ടയ്ക്കാണോ? ഞാൻ ആദ്യം പറയാൻ പോകുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. യഥാർത്ഥ നീറ്റ് വിദ്യാർത്ഥികളോട് സംസാരിച്ച പലരും പറയുന്ന ഒന്നാണ്: പരീക്ഷ കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് പഠനവും അഡ്മിഷനും ആയിട്ട് മുന്നോട്ട് പോകണം. പ്രതിഷേധം കൊണ്ട് ഞങ്ങളുടെ സമയം തിരികെ കിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം വരും: വിദ്യാർത്ഥികളുടെ പേരിൽ നടക്കുന്ന സമരത്തിൽ വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കപ്പെടുന്നുണ്ടോ? ഇവിടെയാണ് എനിക്ക് CJPയോട് വലിയ വിയോജിപ്പ്. ഒരു വിദ്യാഭ്യാസ വിഷയത്തെ രാഷ്ട്രീയ യുദ്ധമാക്കി മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പരീക്ഷാ സംവിധാനത്തിൽ പിഴവുണ്ടെങ്കിൽ അന്വേഷണം വേണം, കുറ്റക്കാരുണ്ടെങ്കിൽ ശിക്ഷയും വേണം, പരിഷ്കാരങ്ങൾ വേണം. പക്ഷേ അതിന് പരിഹാരം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണോ? അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി 3 പേരും രാജിവെച്ചാൽ നാളെ തന്നെ നീറ്റ് സംവിധാനം ശരിയാകും? ഇല്ലല്ലോ. അപ്പോൾ ഈ മുദ്രാവാക്യങ്ങളുടെ ലക്ഷ്യം എന്താണ്? പരിഷ്കാരമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദമോ? സമ്മതിക്കുന്നു, തുടക്കത്തിൽ ഇത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധമായിരുന്നു. പക്ഷെ പിന്നീട് ഇന്ത്യ അലയൻസ് നേതാക്കളെത്തി. രാഹുൽ ഗാന്ധിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ടു. അവിടെ നിന്നാണ് എനിക്ക് തോന്നിയത് ഇത് വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ നിന്ന് രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് മാറി. ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം ഒരു രാഷ്ട്രീയ വേദിയായി മാറാൻ പാടില്ല. പ്രതിഷേധം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ കല്ലെറിയുന്നത് പ്രതിഷേധമല്ല. പോലീസിനെ കൂട്ടമായി ആക്രമിക്കുന്നത് ജനാധിപത്യമല്ല. ഒരു പോലീസുകാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ സാധാരണ ജനങ്ങൾ ചോദിച്ചത് ഒറ്റ ചോദ്യം: ഇത് വിദ്യാർത്ഥികളുടെ സമരമാണോ അതോ മറ്റെന്തെങ്കിലും? അക്രമം തുടങ്ങിയ നിമിഷം ജനങ്ങളുടെ സഹതാപം കുറയാനും തുടങ്ങി. നീറ്റിൽ പിഴവുണ്ടെങ്കിൽ സർക്കാർ തിരുത്തണം, വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം. പക്ഷേ വിദ്യാർത്ഥികളുടെ പേരിൽ രാഷ്ട്രീയം കളിച്ചാൽ നഷ്ടം അവസാനം വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. ഇവിടെയാണ് CJP എന്ന രാഷ്ട്രീയ പാർട്ടി വിമർശിക്കപ്പെടേണ്ടത്. കാരണം വിദ്യാഭ്യാസം എന്ന പ്രശ്നം രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് അവിടെ കേൾക്കപ്പെടാതെയാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണെങ്കിലും കമന്റിൽ എഴുതാൻ മറക്കണ്ട.